നാടും നഗരവും നൽകിയ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി LDF തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചു. പുത്തരക്കണ്ടം മൈതാനത്തെ സമാപന സമ്മേളനത്തിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അണമുറിയാത്ത ആവേശം സമാപന സമ്മേളനത്തിലും അലതല്ലി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുദ്രാവാക്യം വിളികളുടെ മുഴക്കത്തിൽ ജാഥ അംഗങ്ങൾക്ക് തലസ്ഥാന നഗരിയുടെ ഉജ്ജ്വല സ്വീകരണം. പുത്തരിക്കണ്ടം മൈതാനിയിൽ ജാഥ പ്രവേശിച്ചതോടെ സ്വീകരിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. UDF എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്, തീവ്ര വർഗീയതയാണ്. ഇപ്പോഴും ഏറ്റവും തീവ്ര വർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി തങ്ങളുടെ മുന്നണിയിൽ കൂട്ടുചേർത്താണ് തെരഞ്ഞെടുപ്പിൽ നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്നത്. രണ്ടു തെരഞ്ഞെടുപ്പിൽ ആ വർഗീയതയുടെ കരുത്തൊന്നുപയോഗിച്ച് കളവിൻ്റെ മേമ്പൊടിയോടുകൂടി നമ്മളെ ലേശൊന്ന് പിറകോട്ടടിപ്പിക്കാൻ സാധിച്ച ഹുങ്കിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എളുപ്പത്തിൽ ജയിക്കാം എന്നാണ് VD സതീശനും അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളും വലതുപക്ഷവും ചിന്തിക്കുന്നത്. നമുക്ക് ജാഗ്രത വേണം. ഈ ജാഥ നൽകുന്ന ജനകീയ പിന്തുണ നൽകുന്ന കരുത്തെന്താണ്? നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റത്തെ തകർക്കുക എന്ന വലതുപക്ഷ ഗൂഢാലോചന പ്രാവർത്തികമാക്കാൻ കേരളം സമ്മതിക്കില്ല എന്നതിന്റെ തെളിവാണ് നമ്മുടെ ജാഥയ്ക്ക് കിട്ടിയ വലിയ ജനകീയ അംഗീകാരം. ജാഥയുടെ മാനേജർ കൂടിയായ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ പ്രസംഗം ജനങ്ങൾ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. പവർ കട്ടിന്റെ കാലം, ലോഡ് ഷെഡിങ്ങിന്റെ കാലം, പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകമില്ലാതെ കുട്ടികൾ തെരുവിലിറങ്ങിയ കാലം, ഈ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ശവശരീരത്തോടൊപ്പം അസുഖബാധിതനായ മനുഷ്യനെ അഡ്മിറ്റ് ചെയ്തൊരു കാലം, ശവശരീരവും രോഗിയും ഒരേ ബെഡിൽ, അതായിരുന്നില്ല അന്നത്തെ കാലം. ആ കാലം തിരിച്ചു വരണോ? തൊഴുത്തിൽ കുത്തിന്റെയും അധികാര വടംവലിയുടെയും ആ അരക്ഷിതാവസ്ഥ നമ്മുടെ നാട്ടിൽ ഇനിയും വരണോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ചില ആൾ ദൈവങ്ങൾക്കും കള്ളസന്യാസിമാർക്കും ഉൾപ്പെടെ കേരളത്തിന്റെ കണ്ണായ ഭൂമി ദാനം ചെയ്യാനുള്ള തീരുമാനം കൈക്കൊള്ളുന്ന വേളയിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതൊരു കൊള്ളയാണ്. അപ്പൊ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ തന്നെയാണോ പറയുന്നത്? അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇത് വെറും കൊള്ളയല്ല, തീവെട്ടിക്കൊള്ളയാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച ഭരണമായിരുന്നു ഒടുവിലത്തെ UDFന്റെ ഭരണം. സ്വീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി മൂന്നാമതും ഇടതു സർക്കാർ വരുമെന്ന് ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം പറഞ്ഞു. ഉറപ്പെന്ന് മറുപടി നൽകി ജനങ്ങളുടെ ആവേശം. LDF ജാഥ പ്രഖ്യാപിക്കുന്നു, ഉറപ്പായും LDF ജയിക്കും, മൂന്നാം ഊഴം വന്നിരിക്കും. ഈ ജാഥയ്ക്ക് അത് പറയാൻ ശേഷം മടിയില്ല. ഇവിടെ എണ്ണി പറഞ്ഞില്ലേ LDFന്റെ നേട്ടങ്ങളെല്ലാം. ഈ നേട്ടമാണ് LDF. ഈ നേട്ടങ്ങളിൽ വഴി കാണിച്ച രാഷ്ട്രീയമാണ് LDFന്റേത്. വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, കഴക്കൂട്ടം നിയോജക മണ്ഡലങ്ങളിലെ സ്വീകരണമാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്നത്. മന്ത്രി V. ശിവൻകുട്ടി, CPIM ജില്ലാ സെക്രട്ടറി V. ജോയ്, പന്ന്യൻ രവീന്ദ്രൻ, പ്രകാശ് ബാബു, M. വിജയകുമാർ തുടങ്ങി LDF നേതാക്കളും സമ്മേളനത്തിൽ അണിനിരന്നു. ഈ മാസം തൃശൂരിലെ ചേലക്കരയിൽ നിന്നാരംഭിച്ച ജാഥയാണ് 4 ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് സമാപിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.